ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സുസ്മിത ശാലിനിയുടെ അടുത്ത് വന്ന് പറയണേ അവിടെ മന്ത്രി ബേബിക്കുട്ടനും MLA രാംദാസൊക്കെ ആണെങ്കിലേ ഇവിടെ പാവം സുസ്മിതയാണ്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഒന്നാന്തരം ചായ കുടിക്കണം. ഈ കൈയുടെ കൈപുണ്യ മഹാത്മ്യം ഒന്നും അറിയണല്ലോ. ഈ നിൽക്കുന്ന ശാലിനിയെ ഈ ഒരു പവറിൽ നിർത്താൻ ഊട്ടി വിളക്കി ഉറപ്പിച്ചെടുത്ത ദാ ഈ കയ്യാ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ കൈ പിടിച്ച് കൈക്കൊരു മുത്തം കൊടുക്കും. ശാരദാമ്മയ്ക്ക് ആകെ നല്ല പേടിയായിട്ടുണ്ടേ. ശാലിനി ഒന്നും പറയാണ്ട് നിക്ക. ജയിലിൽ നിന്ന് ഇറങ്ങിയാലേ ഈ കൈ കൊണ്ടൊരു ചായ കുടിക്കണമെന്നേ ഞാൻ അന്നേ തീരുമാനിച്ചതാ. ശാലിനി ഇങ്ങോട്ട് നോക്കി മൈൻഡ് ചെയ്യാണ്ട് നിക്ക. സുസ്മിത ശാലിനിയെ പിടിച്ച് തിരിച്ചിട്ട് പറയും, ജയിലിലേക്ക് പോകുമ്പോ മനസ്സിൽ ഉരുവിട്ട പ്രാർത്ഥനയും ഇത് തന്നെയായിരുന്നു, ഇവിടെ തിരിച്ചെത്തി ഒരു ചായ കുടിക്കാൻ ജഗദീശ്വരൻ ആയുസ് തരണേന്ന്. എന്നിട്ട് ശാന്തേച്ചിയുടെ അടുത്ത് പോയിട്ട് വയ്ക്കും, ശാന്തയല്ലേ പോയി ഒരു ചായ എടുത്തോളൂ. ശാന്തേച്ചി ഇങ്ങനെ ശാരദാമ്മയെ നോക്ക. ശാലിനി വയ്ക്കും, സുസ്മിതേ എന്താ ഈ ഷോയുടെ ഉദ്ദേശം? നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ ആചാരവെടി മുഴക്കിയതാണോ? സുസ്മിത പറയും, അയ്യോ ഇതൊന്നും അതിൽ പെടുത്താനേ ആവില്ല. ഇവിടെ നിന്റെ അടുത്ത് ആചാരവെടിക്കൊന്നും പ്രാധാന്യം ഇല്ലെന്ന് എനിക്കറിയാം. ഇനി പൂരമാ, തൃശൂർ പൂരത്തെ വെല്ലുന്ന പൂരം. അതിൽ കതിനെയായിരിക്കും കൂടുതല്. പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു ഗർഭം കലക്കി, അതിപ്പോ നിരോധിച്ചു. അറിയില്ലേ ശബ്ദ മലിനീകരണം? പക്ഷെ എന്റെ കയ്യിലുള്ളത് മുഴുവനും ഗർഭം കലക്കിയേക്കാളും വീര്യമുള്ളതാ. ഞാനത് ഓരോന്നോരോന്നായി പുറത്തെടുക്കും. ഇതുപോലെ നിന്റെ മുന്നിൽ ഓരോ ചവിട്ടുപടിയിലും ഞാനത് വെച്ച് കത്തിക്കും. കാതടച്ചല്ല, കാടടച്ചുള്ളൊരു ആക്രമണം. തടയാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ നീ മുന്നിലേക്ക് വരാവൂ, കെൽപ്പുണ്ടെങ്കിൽ മാത്രം എന്നിങ്ങനെ വിരൽ ചൂണ്ടി പറയും. ശാരദാമ്മയ്ക്കാ പേടി. ശാലിനിക്കൊരു കുൽക്കമില്ല. അങ്ങനെ സുസ്മിത ശാരദാമ്മയോട് പറയും, ശാരദാമ്മേ വന്ന വഴി നമ്മൾ മറക്കരുത്. 3 പെൺകുട്ടികളെയും വകതിരിവില്ലാത്തൊരു ഭർത്താവിനെയും കൊണ്ട് ജീവിത പ്രാരാബ്ദങ്ങളെ മെനക്കെട്ട് തോൽപ്പിച്ചത് ഈ കുടുംബശ്രീ കട ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ബാക്കി റെസ്റ്റ് കിട്ടുന്ന സമയം മുഴുവനും ശാരദാമ്മ പറയാറുണ്ടല്ലോ. എന്നിട്ട് പോയി കട കിടക്കുന്ന കിടപ്പുണ്ടോ? സങ്കടം തോന്നുന്നു എനിക്ക്. ഒന്ന് വൃത്തിയാക്കി പണിയാൻ മോള് ക്യാഷ് തരില്ലേ? ഇനിയിപ്പോ ഇല്ലെങ്കിൽ പറ, ഞാൻ വഴിയുണ്ടാക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽപ്പെടുത്തി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ലോൺ അങ്ങ് ഒപ്പിക്കാലോ. കളക്ടറുടെ ജാമ്യം കൂടെ ഉണ്ടെങ്കിൽ പുഷ്പം പോലെ കിട്ടും. എന്നിട്ട് അത് വാങ്ങി ഈ പട്ടിക്കൂട് പോലെ കിടക്കുന്നത് ഇടിച്ച് പൊളിച്ചങ്ങ് കള. എന്നിട്ട് വർക്കത്തുള്ളൊരു ഹോട്ടൽ അങ്ങ് തുടങ്ങ്. പേര് വേണമെങ്കിൽ ഇത് തന്നെ അങ്ങ് കിട്ടും, കുടുംബശ്രീ ശാരദയുടെ ഹോട്ടൽ. ശാലിനിക്ക് ഇതൊക്കെ കേട്ടങ്ങ് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും ഒന്നും മിണ്ടുന്നില്ല, കടിച്ചമർത്തി നിൽക്കുക. ശാലിനിയുടെ അടുത്ത് ചെന്ന് പറയും, നീ മനസ്സിൽ വെച്ചോ, കരുതിയിരുന്നോ, ഇത് ഞാൻ ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് വാഴകൃഷി നടത്തും. വാഴകൃഷി ഇനി എനിക്ക് വ്രതാ. ശാരദാമ്മയ്ക്കും ഇപ്പം ഭയങ്കര ദേഷ്യം തോന്നണേ. അപ്പോഴും ശാന്തേച്ചി ഇങ്ങനെ ഞെട്ടില് മാറാണ്ട് നിക്ക. സുസ്മിതയ്ക്കും ശാന്ത ഇതുവരെ പോയില്ലേ? എന്റെ ശാന്ത ഒരു ചായ എടുക്ക്. അപ്പോ ഒരു കസ്റ്റമർ വന്ന ഇങ്ങനെയാണോ പെരുമാറുക? ചെല്ല് ശാന്തേ എന്ന് പറയുമ്പോഴും ശാരദാമ്മേനെയും ശാലിനെയും മാറി മാറി നോക്കാണ് ശാന്തേച്ചി. സുസ്മിത വീണ്ടും പറയുമ്പോ ശാന്തേച്ചി ചായ എടുക്കാനായി പോവും. എന്നിട്ട് പറയും, ശാരദാമ്മേ ജോലിക്കാരോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എങ്ങനെയല്ലേ ബിസിനസ് പിടിക്കേണ്ടത്? പിന്നെ ചായക്ക് മധുരം കുറയ്ക്കണ്ട, കടുപ്പവും. അപ്പൊ ശാലിനി പറയും, സുസ്മിതേ ഇവിടുത്തെ ചായ കുടിക്കാരെന്ന് പറയുന്നത് സാധാരണക്കാരാ, അവരാരും ജയിലിൽ കിടന്നിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നീ ഉദ്ദേശിക്കുന്ന കടുപ്പം ഇവിടുത്തെ ചായക്ക് ഇപ്പൊ ഇല്ല. സുസ്മിത പറയും, കുടിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം കടുപ്പമുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നിൽക്കുമ്പോ ശാന്തച്ചി ചായ വന്ന് കൊടുക്കും. സുസ്മിത അത് വാങ്ങിച്ച് കുടിക്കണേ. എന്നിട്ട് പറയും, പറഞ്ഞത് ശരിയാ, പഴയ ആ രുചി ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മളെന്താ ചെയ്യാ? ഭൂമി ദേവിക്ക് സമർപ്പിക്കും. ദാ ഇങ്ങനെ എന്ന് പറഞ്ഞേ ശാലിനിയുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് ശാലിനിയുടെ മുന്നിൽ തന്നെ ചായ ഒഴിക്കുക. എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കണേ. സുസ്മിത ദേഷ്യത്തിലെ ആ ഗ്ലാസ് അങ്ങ് എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്യും. ഇതുപോലെ മണ്ണിൽ അലിയിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. ശാലിനി സുസ്മിത ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോ സുസ്മിത അത്രയും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാ. അങ്ങനെ സുസ്മിത കാറിൽ കയറി പോയി കഴിഞ്ഞാല് ശാലിനി പറയും, അമ്മയല്ലേ പറഞ്ഞത് എല്ലാ പ്രശ്നവും കഴിഞ്ഞ് സ്വസ്ഥമായെന്ന്. ഇപ്പൊ വന്ന് ഇവിടെ നിന്ന് തിളച്ചു മറിഞ്ഞു പോയ ആ മുതല് മാത്രം മതി വീണ്ടും ഒരു ലോക മഹായുദ്ധം ഉണ്ടാക്കാൻ. ആറ്റം ബോംബ, അടുക്കാൻ കൊള്ളാത്ത, അടുപ്പിക്കാൻ കൊള്ളാത്ത, അകറ്റി നിർത്തേണ്ട ഇനം എന്നൊക്കെ ഇങ്ങനെ പറയണേ ശാലിനി അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിതയുടെ വീട്ടിലാണ്. ജഗദീപ് സുസ്മിത ഇറങ്ങിയതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. സോഫയില് മലർന്നു കിടന്ന് ലുഡോ ഗെയിം കളിച്ചോണ്ടിരിക്കുക. അപ്പോഴായിരിക്കും സുസ്മിതയുടെ കാർ അങ്ങോട്ട് വരുന്നത്. ജഗദീപ് ഇതൊന്നും അറിയുന്നേ ഇല്ല. സുസ്മിത കാറിനിറങ്ങി വീടൊക്കെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറണേ. കയറുമ്പോ ഉണ്ടാവും ഹോളില് തന്നെ ജഗദീപ് മലർന്നു കിടക്കുന്നേ. സുസ്മിത വന്നിങ്ങനെ നോക്കി നിൽക്കുക. പെട്ടെന്നായിരിക്കും ജഗദീപ് കാണുന്നത്. ഞെട്ടി എഴുന്നേൽക്കും. അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോ സുസ്മിത പറയും, സുഖ ഭക്ഷണം സുഖ താമസം അല്ലേ, ജീവിതം അങ്ങ് സുഖിക്കല്ലേ. ജഗദീപയ്ക്ക് അല്ല ഇത് എപ്പ ഇറങ്ങി, ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. സുസ്മിതയ്ക്കും നീ എന്താ കരുതിയത്, എന്റെ 16 അടിയന്തരവും അതിനകത്തായിരിക്കുന്നോ? ജഗദീപ് പറയും, അങ്ങനെ വിചാരിച്ചില്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു ഇറക്കം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുസ്മിത പറയും, ഒരു കയറ്റത്തിന് ഒരു ഇറക്കവും വേണ്ടേ ജഗദീപേ? എന്നും മറ്റുള്ളവർ ജയിക്കുന്നത് കണ്ടിരുന്നാ മതിയോ?
ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ജയിക്കണ്ടേ? ജഗദീപയ്ക്കും അല്ല ഈ നമുക്കെന്ന് പറഞ്ഞ സുസ്മിത പറയും ഞാനും പിന്നെ പേരിനൊരു ഭർത്താവായ നീയും ഈ ഭാര്യയും ഭർത്താവും പകുതിക്ക് പകുതിയാണെന്നല്ലേ പറയാറ്? ജഗതി പറയും ഇതൊക്കെ ആര് പറയുന്നത് ചുമ്മാ. പക്ഷെ ഞാൻ സുസ്മിതയുടെ വരവ് ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സിനിമയിൽ വരുന്ന പോലെ പഴയ പടത്തിലൊക്കെ കാണിക്കുന്ന പോലെ ഒരു ബേഡിയൊക്കെ വലിച്ച് ഒരു ചെറിയ കടലാസ് ബുക്ക് കക്ഷത്ത് വെച്ച് ഈ പെട്ടിക്കടയുടെ മുന്നിൽ വന്നിട്ട് ഒരു നാരങ്ങ വെള്ളം ഈ കണ്ണൊക്കെ ഉണ്ടല്ലോ ചുമന്നിരിക്കും. അതല്ലേ ജയിലിൽ നിന്ന് ഇറങ്ങുന്നവർക്കുള്ള ഒരു പഞ്ച്. കാണികളുടെ നെഞ്ചൊക്കെ ഇങ്ങനെ എപ്പടപെടാന്നിരിക്കും. ഈ പെരുമ്പറ ഇടിക്കില്ലേ അതുപോലെ ശത്രുക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. അവിടെ ഒരു ഇടവേള എഴുതി കാണിക്കും. ഇതൊരുമാതിരി പഞ്ചില്ലാത്ത ഇറക്കായി പോയി സുസ്മിത പറയും ഇറക്കത്തിന് പഞ്ചില്ലെങ്കിലും ഇനിയുള്ള ഓരോ കളിക്കും പഞ്ചുണ്ടാകും ജഗദീപ്. നീ പറഞ്ഞോ പിന്നെ ഇതിൽ നീ പറഞ്ഞതുപോലെയുള്ള ഇടവേളയൊന്നുമില്ല. നോൺ സ്റ്റോപ്പ് ആക്ഷൻ. അതും അർണോളിനെ വെല്ലുന്നത്. കൂടെ നിന്നാലേ തടി കാത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ കട്ടയും പടവും. ജഗദീപ് മനസ്സിൽ വിചാരിക്കും ഇവളൊപ്പം കൊല്ലിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. സൂക്ഷിച്ചു നിന്നിട്ടില്ലെങ്കിൽ അപ്പൂപ്പന്മാർക്കൊപ്പോ എന്റെ പടവും ബുദ്ധിയിൽ തൂങ്ങും. എന്റെ ശിവനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ സുസ്മിത പറയും നീ എന്തോ കുരുട്ട് ആലോചിക്കുകയാണല്ലോ. അതല്ല കുറെ നാളുകൾക്ക് ശേഷം വരുന്ന ഭാര്യയ്ക്ക് വിഭവസമൃദ്ധമായിട്ട് എന്ത് കൊടുക്കും എന്നാലോചിക്കായിരുന്നു. ജയിലിലെ കഞ്ഞിയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് കൊടല് കരിഞ്ഞിരിക്കല്ലേ. പിന്നെ പരാജയത്തിന്റെ ഒരു ഇത് ഇപ്പൊ ഈ മുഖത്തുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് വോഡ്ക വാങ്ങിക്കണോ വിസ്കി വാങ്ങിക്കണോ എന്നൊരു ചിന്ത ഇല്ലാതെ ഇല്ല. സുസ്മിത പറയോ അങ്ങനെ ഇപ്പൊ എന്റെ കാശിൽ നീ കൂച്ചണ്ട. പിന്നെ നിന്റെ മുഖത്ത് നീ പറഞ്ഞതുപോലെ പരാജയഭാവമൊന്നും ഇല്ല. സുസ്മിത എവിടെ വീണാലും 4 കാലിലാണെന്ന് അറിയാലോ. അകത്താണെങ്കിലും പുറത്താണെങ്കിലും സുസ്മിതയ്ക്കെന്നും സുവർണ കാലഘട്ടം തന്നെ. ജയിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ജയിച്ചു കാണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞങ്ങ് പോകാൻ തുടങ്ങുമ്പോ ജഗതി പറയും അല്ല ഈ ശത്രുപക്ഷത്തുള്ളവരൊക്കെ ഒന്നിച്ചെന്നോ ഒന്നിക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ലയനം എപ്പോഴും ശക്തി കൂട്ടുന്നതാണെന്ന് അറിയാലോ. അത് രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി ജീവിതത്തിലായിരുന്നാലും ശരി അതിനനുവദിക്കരുത്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. കേട്ടല്ലോ സുസ്മിതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. അപ്പൊ സുസ്മിത എന്തോ ആലോചിക്കുമ്പോ ജഗദീപ് മനസ്സിൽ വിചാരിക്കും വട എന്തെങ്കിലും ആരെങ്കിലൊക്കെ കാണിച്ച് ഈ പുല്ലിനെ എങ്ങനെയെങ്കിലും ഒന്നുകൂടെ ജയിലിൽ കൊണ്ടുപോയി ഇടണം. ഇവളിവിടെ നിന്ന എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. അപ്പോ സുസ്മിത പറയും ജഗദീപേ ഇത് സുസ്മിതയുടെ 2ാം വരവാ. ഒരു പെണ്ണിന്റെ 2ാം വരവെന്ന് പറയുമ്പോ തന്നെ അവളെ ദ്രോഹിച്ചവരൊക്കെ ഒന്ന് പേടിക്കണം. കാരണം പെണ്ണും പാമ്പും ഒരുപോലെയാ. പക മനസ്സിൽ കൊണ്ട് നടക്കും. അവസരം കിട്ടുമ്പോ പണിയും. പിന്നെ പണിയാനുള്ള അവസരം അത് ആരെങ്കിലൊക്കെ കൊണ്ട് വന്ന് തരും. ഇല്ലെങ്കിലേ വിലയ്ക്ക് വാങ്ങിക്കും എന്നൊക്കെ പറയുമ്പോഴും ജഗദീപ് കയ്യും കിട്ടി ഇങ്ങനെ നിൽക്കാ. സുസ്മിതയ്ക്കും അല്ല പിന്നെ നീ എനിക്കെതിരെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ജഗദീപ് പറയും അയ്യേ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. സുസ്മിത പറയും ഇനിയും ചിന്തിക്കരുത്. ഇല്ല എന്ന് പറയുമ്പോഴേക്കും സുസ്മിത പോവാൻ തുടങ്ങാണ്. അപ്പോഴേക്കും ഒരു കോള് വരിക. അങ്ങനെ ജഗദീപ് നോക്കുമ്പോ അത് കാണിച്ചു കൊടുക്കുന്നില്ല. ശേഷം അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവാ. ജഗദീപ് ഫോൺ എടുത്ത് അകത്തേക്ക് ഓടിപ്പോകും. അങ്ങനെ സുസ്മിത പുറത്തുനിന്ന് സംസാരിക്കണേ. ഹലോ സുസ്മിതയാണേ. അപ്പൊ വിളിക്കുന്ന ആള് പറയും മാഡം എന്റെ പേര് നീലിമ. നീലിമ എന്ന് പറയുന്നത് അന്നത്തെ ആ നേഴ്സിന്റെ സിസ്റ്ററാണ്. ഞാനിപ്പോ NM ഹോസ്പിറ്റലിലെ നേഴ്സാ. ഈ സമയം ജഗദീപ് സുസ്മിത സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ജനലിലൂടെ എങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നീലിമ പറയും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, നേരിൽ കണ്ടിട്ടുമുണ്ട്. സുസ്മിതയ്ക്കും ആ നേഴ്സ് ദിവ്യയുടെ അനുജത്തിയാണ്. അപ്പൊ സുസ്മിത പറയും പറ നീലിമ എന്താ നീലിമയ്ക്ക് പറയാനുള്ളത്? ഈ പറയുന്നതൊക്കെ ജഗദീപ് കേൾക്കുന്നുണ്ട്. അങ്ങനെ നീലിമ പറയും മാഡത്തിനൊരു ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻ തരാനാണ് ഞാൻ വിളിച്ചത്. സുസ്മിത പറയും നിന്റെ ചേച്ചിയും എന്നെ വിളിച്ചോണ്ടിരുന്നത് ഇതൊക്കെ പറഞ്ഞോണ്ടായിരുന്നു. നീലിമ പറയും പക്ഷേ ഈ ഇൻഫർമേഷൻ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഞാനൊരു ചെറിയ പ്രതിഫലം ആവശ്യപ്പെടും. സുസ്മിത പറയും നിന്റെ വിളിയുടെ ടോണ് മാറിയപ്പോ തന്നെ പ്രതിഫലത്തിന്റെ കാര്യം എനിക്ക് കത്തിമോളെ. ഇനി നീ തുക കൂടി പറഞ്ഞാൽ മതി, എന്നിട്ട് ഞാൻ പറയാം എനിക്കത് കേൾക്കണോ വേണ്ടയോന്ന്. നീലിമ പറയും നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഞാൻ പറയുന്ന വിവരങ്ങൾക്ക് 30 ലക്ഷത്തിന്റെ പകിട്ടുള്ളതാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വെറും 10 ലക്ഷം മാത്രം. സുസ്മിത പറയും നീയേ വേറെ ആളെ നോക്ക്, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. നീലിമ പറയും ആ തിരക്കിട്ട പണിക്ക് തവിടും പിണ്ണാക്കുമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം ഉപയോഗിച്ചാലോ? വിഷ്ണുവിനെയും ശാലിനിയെയും ശ്യാമയെയും ഒന്നിച്ച് തകർക്കാനുള്ള ഒരായുധം. അത് കേൾക്കുമ്പോ തന്നെ സുസ്മിത ഒന്ന് ഞെട്ടിപ്പോകണേ. അങ്ങനെ നീലിമ പറയും അതൊന്ന് തൊടുത്താൽ മാത്രം മതി, എല്ലാത്തിന്റെയും നെഞ്ചു തുളർന്നു പോകുന്ന ഒരു ബ്രഹ്മാസ്ത്ര അതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എന്താ നോക്കുന്നോ? സുസ്മിത പറയും സമ്മതം, ബാക്കിയെല്ലാം നേരിൽ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യണേ. ഈ സമയം ജഗദീപ് വിചാരിക്കും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണേ. അങ്ങനെ സുസ്മിതയുടെ കയ്യിലേക്ക് എത്താൻ പോവാണേ ശാലിനിയുടെയും കുട്ടികളുടെയും ആ ബ്രഹ്മാസ്ത്രം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലാണ്. രാത്രി വിഷ്ണു ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുക. മറ്റൊന്നുമല്ല ശാലിനിയെ കുറിച്ച് തന്നെ. വിഷ്ണു കാർത്തികയെ കല്യാണം കഴിച്ചെന്നറിയുമ്പോ ശാലിനി വന്നിട്ട് സത്യയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സത്യഭാമ ചോദിക്കും എങ്കിൽ പറ സത്യ ആരാണ്? ഇതൊക്കെ ആലോചിച്ച് വിഷ്ണു വിചാരിക്കും ശാലിനിയോടുള്ള അമ്മയുടെ പ്രധാന അകൽച്ചയ്ക്കുള്ള കാരണം അമ്മയുടെ ചോദ്യത്തിന് ശാലിനിക്ക് ഉത്തരം നൽകാൻ കഴിയാത്തതാ. സത്യയെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോഴും ശാലിനി വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല.
എന്നിട്ടും ശാലിനി അന്ന് പറഞ്ഞത് ആലോചിക്കുന്നുണ്ട്. സത്യഭാമയോട് പറയുന്നുണ്ടല്ലോ, ഈ വീട്ടിലെ കുട്ടിയാ സത്യമ്മയുടെ കൊച്ചുമോള്, ഒരേ രക്തം. ഈ സമയം വിഷ്ണു വിചാരിക്കും, യഥാർത്ഥ സത്യം ശാലിനി മറ്റാർക്കോ വേണ്ടി മറച്ചു പിടിക്കാം. ശാലിനി പറഞ്ഞതുപോലെ സത്യ ഈ വീട്ടിലെ ചോരയിൽ പിറന്ന കുട്ടിയാണെങ്കിൽ സത്യ എന്റെ മകൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ശാലിനിയുടെ മകളായിരിക്കില്ല. എന്തായാലും കണ്ടുപിടിക്കാം. എന്തുകൊണ്ട് ശാലിനി അത് സമ്മതിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല? അതറിയണം. എന്താ ശാലിനി ഒളിക്കുന്ന രഹസ്യം? അപ്പോഴായിരിക്കും വിഷ്ണുവച്ച എന്ന് വിളിച്ച് പപ്പി അങ്ങോട്ട് വരുന്നത്. വിഷ്ണുവച്ചൻ വല്ലാതെ വിഷമിച്ച് നിൽക്കുവാണല്ലോ. എന്തു പറ്റി? വിഷ്ണു പറയും, ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നതാ. അപ്പോ പപ്പി പറയും, ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. വിഷ്ണു പറയും, പറഞ്ഞൊരു സമ്മാനമുണ്ട്. പപ്പി പറയും, ചേച്ചിയമ്മ. അപ്പോഴേക്ക് വിഷ്ണു പറയും, ഡി നീയാള് കൊള്ളാലോ ഡി എന്ന് പറഞ്ഞിട്ട് കവിളിലിങ്ങനെ പിടിക്കും സ്നേഹത്തോടെ. എന്നിട്ട് നെറ്റിലൊരു ഉമ്മ കൊടുക്കും. അപ്പൊ പപ്പി പറയും, ഇനി സമ്മാനം എന്താ? അപ്പൊ വിഷ്ണു പറയും, ദാ ഇപ്പൊ തന്നത് തന്നെയാ സമ്മാനം. വിഷ്ണു അച്ഛന്റെ ചക്രമുത്തിനെ നല്ല ഒന്നാന്തരം ചക്രയുമ്മ. അത് കേൾക്കുമ്പോ പപ്പി ഇങ്ങനെ ചിരിക്കും. ഇനിയിപ്പൊ ചോദിക്കാലോ, എന്താ അത്രയ്ക്ക് ആലോചിക്കുന്നേ? ചുമ്മാ പറയുന്നേ. ചേച്ചിയമ്മയെ കുറിച്ച് മാത്രമല്ല വിഷ്ണു അച്ഛൻ ചിന്തിച്ചത് കേട്ടോ, സത്യയെ കുറിച്ചും ചിന്തിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണല്ലേ? നാളുകൊണ്ടും വരാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടും വരാം. നാളുകൊണ്ട് അതേ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചതാണല്ലോ. അപ്പൊ ഇനി ഡേറ്റ് കൊണ്ടും ഒരേ ദിവസമാണോന്ന് അറിയാം എന്താ ഒരു വഴി? അപ്പോ പപ്പി പറയും, അതറിയണമെങ്കിലേ ചേച്ചിയമ്മയോട് ചോദിച്ചാ പോരെ. നാളെ വിഷ്ണു അച്ഛൻ സ്കൂളിലേക്ക് വാ, സത്യയെ കൊണ്ടാക്കാൻ ചേച്ചിയമ്മ എന്തായാലും സ്കൂളിലേക്ക് വരും. അപ്പൊ ചോദിക്കാലോ. വിഷ്ണു പറയും, അത് ശരിയാണല്ലോ. അപ്പൊ നാളെ വിഷ്ണു അച്ഛൻ ആ വഴിക്ക് വരാൻ പറ്റുമോ നോക്കാം. കണ്ട കാര്യങ്ങളെ നമുക്ക് നേരിട്ട് ചോദിക്കാം അല്ലേ? പപ്പി പറയും, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. വിഷ്ണു പറയും, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരച്ഛനും മോളും കൂടെ ചിരിക്കുക. അപ്പോഴേക്കും ശ്യാമ വിളിക്കും പപ്പീന്ന്. അമ്മ വിളിക്കുന്നോ? ഹോംവർക്ക് ചെയ്യാനാ. അത് ചെയ്ത് കഴിയുന്നവരെ ഒരു സൗകര്യം തരില്ല. വിഷ്ണു എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്ക് വീണ്ടും വിളിക്കും, ചെന്നോ ദാ വരുന്നു. വിഷ്ണുവിന്റെ അടുത്ത് പറയും, ഞാൻ എഴുതിയിട്ട് വരാവേ എന്ന് പറഞ്ഞ് പപ്പിമോൾ അവിടുന്ന് പോയി കഴിഞ്ഞാല് വിഷ്ണു വിചാരിക്കും, സ്കൂളില് സത്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണും, അതിന്റെ കോപ്പി എടുത്തു കഴിഞ്ഞാൽ അമ്മയെ ബോധ്യപ്പെടുത്താം. അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഡേറ്റ് അറിയാൻ വേണ്ടി നാളെ തന്നെ കാത്തിരിക്കുന്ന എന്തിനാ? സത്യ വിളിച്ച് ചോദിച്ചാ പോരെ. ജനിച്ച തീയതി എന്തായാലും സത്യക്ക് അറിയാൻ പറ്റും. എന്തായാലും സത്യ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് സത്യയെ വിളിക്കണേ. എന്നാ സത്യ ഈ സമയം ഹോംവർക്ക് എന്തോ ചെയ്തോണ്ടിരിക്കണേ. ഫോൺ ഓഫാണേ. വിഷ്ണു വിളിക്കുമ്പോ കോള് കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോ ശാലിനിയെ വിളിച്ച് സത്യ ആവശ്യപ്പെടേണ്ടി വരും. പക്ഷെ എന്റെ ഫോണിന്ന് വിളിക്കാൻ പറ്റില്ല, കാരണങ്ങൾ പറയേണ്ടി വരും. പിന്നെയുള്ള വഴി വളഞ്ഞ വഴിയാ. ശബ്ദവും മാറ്റണം, നമ്പറും മാറ്റണം. അതിനിപ്പോ എന്താ ഒരു മാർഗം? ലാൻഡ് ഫോൺ വിളിച്ചൂടെ? അതാവുമ്പോ നമ്പർ തെളിയാനുള്ള സംവിധാനം അവിടെ ഇല്ലല്ലോ. സത്യ അല്ലെങ്കിൽ കട്ട് ചെയ്യാം. വെറുതെ ശബ്ദം മാറ്റി സംസാരിച്ച് സംശയത്തിനിട വരുത്തണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഫോൺ എടുത്ത് ശാലിനിയുടെ വീട്ടിലേക്ക് ലാൻഡ് ഫോണിലേക്ക് വിളിക്കണേ. ദൈവമേ, സത്യ തന്നെ ഫോൺ എടുക്കണേ. അങ്ങനെ വിചാരിച്ച് കോള് ചെയ്യുന്നതെങ്കിലും ബെല്ലടിക്കുമ്പോ ശാലിനിയാണ് അടുത്തുള്ളത്. ഇതാരാ ഈ സമയത്ത് എന്ന് വിചാരിച്ചിട്ട് ആ കോള് പോയെടുക്കും. ഹലോ എന്ന് ചോദിക്കുമ്പോ തന്നെ വിഷ്ണു ആകെ പേടിച്ചു. അയ്യോ. ശാലിനി വീണ്ടും ചോദിക്കും, ഹലോ ആരാ വിളിക്കുന്നത്? വിഷ്ണു വേഗം ആ കോളം കട്ട് ചെയ്യും. ശാലിനി വിചാരിക്കും, കട്ടായല്ലോ, നമ്പർ അറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ടാവുമ്പോ പിന്നെ ഫോണോടെ വെച്ച് ശാലിനി വീണ്ടും ഫയലൊക്കെ നോക്കണേ. വിഷ്ണു വിചാരിക്കും, എടുത്ത ശാലിനി, സത്യമോളെ കിട്ടാൻ ഇപ്പൊ എന്താ ഒരു വഴി എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ വിചാരിക്കും, ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം. ദൈവമേ, സത്യ തന്നെ എടുക്കണേ, ഒറ്റ പ്രാവശ്യം കൂടെ എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണുവിന്റെ നമ്പറിനെ ശാലിനിയുടെ വീട്ടിലേക്ക് തന്നെ വിളിക്കാം. എന്നാ ശാലിനി തന്നെ വീണ്ടും പോയെടുക്കും. ഹലോ, ആരാ? ഇതാരാണെന്നേ. വിഷ്ണുവിനങ്ങ് ദേഷ്യം വരും. ഒരൊറ്റോറ് എന്ന് പറഞ്ഞ് എറിയാനൊക്കെ ഓങ്ങും. പിന്നെ സ്വന്തം ഫോൺ ആയതുകൊണ്ട് കട്ട് ചെയ്തവിടെ വെക്കും. ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇതാരോ മനഃപൂർവ്വം വിളിക്കുന്നതാ, അതാരാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണേ. ഇതേ സമയം വിഷ്ണു ആണെങ്കിലേ സത്യ കിട്ടാത്ത വിഷമത്തിലാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രൊമോയാണ്. ഇതിൽ ശാലിനി ഈ വിളിച്ച് കൽപ്പിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈബർ സെല്ലിലേക്ക് വിളിക്കും. എന്നിട്ട് അവിടെയുള്ള രോഹിത്തിന്റെ അടുത്ത് പറയും, ഇപ്പോ ഈ ലാൻഡ് ഫോണിലേക്ക് കുറച്ചു മുമ്പ് കുറച്ച് കോള് വന്നിട്ടുണ്ട്, ആ നമ്പർ തപ്പിയെടുത്ത് ഫുൾ ഡീറ്റെയിൽസ് അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് ആ വിളിച്ച ആളെ തന്നെ ശാലിനിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണേ. ശാലിനി ആരാണെന്നറിയാൻ ഇങ്ങനെ നോക്കുമ്പോ മുഖം മറച്ചോണ്ടേ വരുന്നത്. എന്നാ വിഷ്ണു ആണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ആ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ശാലിനിക്ക് മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നു. പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ നീലിമ സുസ്മിതയെ കാണാനായിട്ട് സുസ്മിതയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. എന്നാ സുസ്മിത അവിടെ ഇല്ല. ഈ സമയം ജഗദീപാണ് വന്ന് ഡോറ് തുറക്കുന്നത്. ആരാന്ന് ചോദിക്കുമ്പോ NMCയിലെ നേഴ്സാണെന്നും തന്റെ പേര് നീലിമയാണെന്നും ജഗദീപിനോട് പറയുന്നുണ്ട്. ജഗദീപിനെ ആ ഫോൺ കോള് നേരത്തെ സുസ്മിത വിളിച്ചപ്പോ കേട്ടിരുന്നോന്ന് അറിയില്ല. എന്തായാലും പിന്നെ കാണിക്കുന്ന ഭാഗത്തെ സുസ്മിതനെ വിളിക്കുകയാണ് നീലിമ. എന്തായാലും വിഷ്ണുവിനെ സ്കൂളിലേക്ക് ചെന്നിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും സത്യ തന്റെ മകളാണെന്ന് ഒരു ചെറിയൊരു ഡൗട്ടിലാണ് വിഷ്ണു ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്